നമസ്കാരം. അമയ് ഖുറാസിയ, സച്ചിൻ ബേബി, സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, MT നിതീഷ് ഇങ്ങനെ കേരള ക്രിക്കറ്റിൻ്റെ കന്നി രഞ്ജി ട്രോഫി ഫൈനൽ പ്രവേശനത്തിൽ ചർച്ചയായ പല പേരുകളുണ്ട്. പക്ഷേ ആരും പറയാത്ത മറ്റൊരു പ്രധാന പേരുകാരൻ കൂടിയുണ്ട് ഈ പട്ടികയിൽ എന്നതാണ് വസ്തുത. പി പ്രശാന്ത്, കേരള രഞ്ജി ട്രോഫി ടീമിൻ്റെ ചീഫ് സെലക്ടർ. രഞ്ജി ട്രോഫി ടീമിനൊപ്പം സഞ്ചരിച്ച് ടീം മാനേജ്മെൻറ്റിനൊപ്പം ചേർന്ന് നിന്ന പരിശീലകൻ. സാധാരണക്കാരിൽ സാധാരണക്കാർക്കും ക്രിക്കറ്റിൽ എന്തെങ്കിലും ആകാൻ കഴിയുമെന്ന് തെളിയിച്ച പോരാളി. ദുരിതങ്ങളെയെല്ലാം ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും മറികടന്ന തിരുവനന്തപുരത്തുകാരൻ. ടെന്നീസ് ബോളിലെ മികവിൽ നിന്നും കേരള ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായി മാറിയ പ്രശാന്ത് IPL-ലും കളിച്ചു. 40കളിലേക്ക് പ്രായമെത്തിയപ്പോൾ തന്നെ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ചീഫ് സെലക്ടർ സ്ഥാനം റെയിൽവേയുടെ ഈ താരത്തെ തേടിയെത്തി. കരുതലോടെ ടീം തെരഞ്ഞെടുപ്പ് നടത്തി കേരള ക്രിക്കറ്റിൻ്റെ മുഖം മാറ്റത്തിന് വഴിയൊരുക്കിയ ചീഫ് സെലക്ടർ. അമയ് ഖുറാസിയയ്ക്കൊപ്പം നിന്ന് അത്ഭുത വിജയങ്ങൾ നേടിയെടുത്ത താരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പ്രശാന്തും നേടിയിരുന്നു ഒരു സെഞ്ചുറി. വിരളമായി മാത്രമായിരുന്നു ആ കാലത്ത് കേരള താരങ്ങൾ സെഞ്ചുറി നേടുമായിരുന്നത്. മധ്യനിരയിൽ പൊരുതി നേടിയ ആ സെഞ്ചുറി തൻ്റെ കളിക്കാരനെന്ന നിലയിലെ ഗ്രാഫ് ഉയർത്തുമെന്ന് പ്രശാന്തും കരുതി. പക്ഷേ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രശാന്തിനെ നിഷ്കരുണം കണ്ടില്ലെന്ന് നടിച്ചു കേരള ക്രിക്കറ്റ്. ആരോടും പരിഭവം പറയാതെ പ്രശാന്ത് പരിശീലനത്തിലേക്ക് തിരിഞ്ഞു. ഇതിനിടയിലാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായുള്ള അപ്രതീക്ഷിത നിയോഗം. KCA സെക്രട്ടറി കൂടിയായ വിനോദ് എസ് കുമാറിന്റെ പൂർണ്ണ പിന്തുണയിൽ ശക്തമായ കേരള ടീമിനെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി. പ്രകടന സ്ഥിരത കാട്ടിയവർക്കെല്ലാം പിന്തുണ നൽകി. അങ്ങനെ സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും കേരള ബാറ്റിംഗിന്റെ നട്ടെല്ലായി മാറി. MD നിതീഷിനെ പോലൊരു സീം ബൗളറും സ്ഥിരതയാർന്ന പ്രകടനവുമായി കേരളത്തെ ജയങ്ങളിൽ നിന്ന് ജയങ്ങളിലേക്ക് നയിച്ചു. വരേണ്യവർഗത്തിന്റെ മാത്രം കുത്തകയല്ല കേരള ക്രിക്കറ്റ് എന്ന് പ്രശാന്ത് തെളിയിച്ചത് ജൂനിയർ ക്രിക്കറ്റിലെ മികവിലൂടെയാണ്. അങ്ങനെ രഞ്ജി ട്രോഫി ടീമിലെത്തി. അവിടെയും നിർണായക പ്രകടനങ്ങൾ. സെലക്ടറുടെ കുപ്പായത്തിൽ ഇപ്പോൾ സൂപ്പർ ഹീറോ. തിരുവനന്തപുരത്ത് കുമാരപുരത്തിനടുത്തായിരുന്നു പ്രശാന്തിൻ്റെ വീട്. തീർത്തും അസാധാരണ ചുറ്റുപാട്. പ്രശാന്തിനെയും സഹോദരനെയും വളർത്തിയെടുക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച അമ്മ. തിരുവനന്തപുരം SMV സ്കൂളിലെ സാധാരണ ജീവനക്കാരിയായിരുന്നു അമ്മ. ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും കുറച്ച് അകലെയായിരുന്നു കുമാരപുരം സ്കൂൾ. ഇവിടെ ടെന്നീസ് പന്തിൽ കളിക്കാൻ വരുന്ന ചേട്ടന്മാർക്കൊപ്പം തുടങ്ങിയതാണ് ക്രിക്കറ്റ് ജീവിതം. ടെന്നീസ് ബോളിലെ മിന്നും താരം താമസിയാതെ ക്രിക്കറ്റ് പന്തവും കയ്യിലെടുത്തു. നിരവധി കോച്ചുമാരുടെ അടുത്ത് പരിശീലനം. ശ്രീകുമാർ, രാജേഷ്, രാജഗോപാൽ തുടങ്ങിയവരായിരുന്നു ആദ്യ കോച്ചുമാർ. ഇവരിൽ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ട പ്രശാന്ത് പിന്നീടെത്തിയത് P രംഗനാഥ് എന്ന രഞ്ജി ട്രോഫിയിലെ മിന്നും താരം കൂടിയായിരുന്ന പരിശീലകനടുത്തായിരുന്നു. തകർപ്പനടികളിലൂടെ കേരള ശ്രീകാന്ത് എന്ന് 80കളിൽ പേരെടുത്ത രംഗനാഥിന്റെ പരിശീലനത്തിലൂടെ കേരള ക്രിക്കറ്റിലെ ജൂനിയർ തലത്തിലെ പ്രധാന ഓൾറൗണ്ടറായി പ്രശാന്ത് മാറി. ഇന്ത്യൻ റെയിൽവേയിലേക്ക് പ്രശാന്തിന് വഴി കാട്ടിക്കൊടുത്തതും രംഗനാഥായിരുന്നു. റെയിൽവേസിനായിരുന്നു രംഗനാഥും കളിച്ചതും ജോലി നോക്കിയതും. പിന്നീട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലായി പ്രധാന പരിശീലകൻ. ബിജു ജോർജ് എന്ന ആ കോച്ച് പ്രശാന്തിന്റെ ക്രിക്കറ്റ് കരിയറിൽ നിർണായക സ്വാധീനമായി മാറി. ജൂനിയർ ക്രിക്കറ്റിൽ സ്ഥിരമായി മികച്ച താരത്തിനുള്ള അവാർഡ് നേടി. അനന്തപത്മനാഭനും രാംപ്രകാശുമെല്ലാം കളി മതിയാക്കിയപ്പോൾ കേരള സീനിയർ ടീമിന്റെ പ്രധാന സ്പിന്നർമാരായി S അനീഷും P പ്രശാന്തും മാറി. ജൂനിയർ ക്രിക്കറ്റിലും ഈ സ്പിന്നിന്റെ കൂട്ടായ്മ കേരള ക്രിക്കറ്റിന് വൻ നേട്ടങ്ങൾ നൽകിയിരുന്നു. ഇത് സീനിയർ ടീമിലെത്തിയപ്പോഴും തുടർന്നു. പരിക്ക് കാരണം അനീഷ് കളി വിട്ടപ്പോഴും പ്രശാന്ത് കേരളത്തിന്റെ മുൻനിര സ്പിന്നറായി തുടർന്നു. ഏകദിനത്തിലും 2020-ലും രഞ്ജിയിലും നിരവധി മിന്നും പ്രകടനങ്ങൾ. ബൗളിംഗിലെ മികവ് ബാറ്റിംഗിലും പ്രശാന്ത് തുടർന്നു. ഇതിന് തെളിവാണ് രഞ്ജിയിലെ സെഞ്ചുറി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പാടണിയാൻ പ്രശാന്തിനായില്ല. IPL-ൽ കേരള ടസ്കേഴ്സിന് വേണ്ടിയും ഹൈദരാബാദ് സൺറൈസേഴ്സിന് വേണ്ടിയും കളിച്ചു. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നോക്കുന്ന പ്രശാന്ത് ചെന്നൈ ലീഗിൽ റെയിൽവേക്കായും തിളങ്ങി. സയ്യിദ് മുഷ്താഖ് അലിയിൽ ആദ്യമായി 50 വിക്കറ്റ് എടുത്ത താരമാണ് പ്രശാന്ത്. കേരള ക്രിക്കറ്റിൽ സംഭവിച്ച മാറ്റങ്ങളുടെ ഭാഗമാണ് കേരള സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായുള്ള പ്രശാന്തിന്റെ വരവ്. KCA സെക്രട്ടറിയായ വിനോദ് കുമാറിനാണ് സീനിയർ ടീമിന്റെ ചുമതല. വിനോദ് കുമാർ ആകട്ടെ ടീം മാനേജ്മെന്റിന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി. ചീഫ് സെലക്ടർ ടീമിനൊപ്പം പതിവ് പോലെ സഞ്ചരിച്ചു. പക്ഷേ KCA-യിൽ നിന്നും നിർദ്ദേശങ്ങളൊന്നും വന്നില്ല. മറിച്ച് കോച്ച് അമയ് ഖുറാസിയയുടെ താല്പര്യങ്ങളും തന്ത്രങ്ങളും മനസ്സിലാക്കി ടീം ഒരുക്കി. പരിചയസമ്പന്നതയുടെ അനിവാര്യത പ്രശാന്തിന് നന്നായി അറിയാം.